പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉജ്ജ്വലമായി ജയിച്ചു. ആ ജയത്തിൻ്റെ ആഘോഷം അതൊക്കെ എല്ലാ നാട്ടിലും സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ്. ആ ആഘോഷത്തെ ജനാധിപത്യപരമായ മര്യാദയിൽ ഉൾക്കൊള്ളുകയാണ് സാധാരണ തോറ്റ പാർട്ടികളൊക്കെ ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായ എന്തോ ഒന്ന് കരുവന്തിരുത്തിയുടെ നാളിതുവരെയുള്ള സംസ്കാരത്തിനോ പാരമ്പര്യത്തിനോ ചേരാത്ത വിധം, ഒട്ടും ആളുകൾ ആഗ്രഹിക്കാത്ത വിധം സംഭവിച്ചു പോയി എന്നുള്ളതാണ് CPMകാർ ഈ നാടിനോട് ഇന്നലെ ചെയ്ത വലിയ പാതകമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരോ പറഞ്ഞൊരു സംഗതിയുണ്ട്, CPMനെ തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് തോറ്റിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എന്നുള്ളതാണ്. സഹകരണങ്ങൾ തോറ്റിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത് ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്നാണ്. ഞങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമൊക്കെ ഉള്ള ഈ നാട്ടിൽ രാഷ്ട്രീയ രംഗത്തൊക്കെ നന്നായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പ്രദേശത്ത് CPM മത്സരിപ്പിച്ചത്. അങ്ങനെ മത്സരിച്ച ആളുകൾ അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ തോറ്റുപോയി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു ധാരണ അയാൾ എവിടെ നിന്നാലും അങ്ങ് ജയിച്ചു കയറും, അല്ലെങ്കിൽ ജയിക്കും, ഞാനെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ട്. ആ ധാരണയൊക്കെ ജനത്തിൻ്റെ മുന്നിൽ ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ഒരു വിറളി പിടിക്കലാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യങ്ങളോട് പറയാം, നിങ്ങൾ ഇന്നലെ സംസാരിച്ച ഭാഷയിൽ തിരിച്ചു പറയാൻ അറിയാത്തവരല്ല ഞങ്ങൾ. ഇവിടെ ഞങ്ങൾ അതിന് മെനക്കെടാത്തത് ഈ മണ്ണ് അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഈ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സഖാക്കളെ കൈയുണ്ട്, കാലുണ്ട്, ഉടലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ പണിയൊക്കെ എടുക്കാൻ അതൊക്കെ അറിയാവുന്നവരാണ്. അത് എടുപ്പിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. സഖാക്കളെ, ഒന്നാമത്തെ പ്രശ്നം, നിങ്ങളെ പാർട്ടി കാലഹരണപ്പെട്ടിരിക്കുന്നു. അതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എക്സ്പയറി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പാർട്ടി ന്യൂ ജെൻസി തലമുറയോട് സംസാരിക്കാനുള്ള ഭാഷ പോലും ഇല്ലാത്ത വിധം നിങ്ങൾ അങ്ങേയറ്റം ഈ കാലത്തിന് ചേരാത്ത നല്ല പണി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന വേസ്റ്റ് ഇടുന്നൊരു ബാസ്ക്കറ്റ് ഉണ്ട്. നിങ്ങളെ പാർട്ടിയെ ആ ചവറ്റുകൊണ്ട് കൊട്ടയിൽ കൊണ്ടുപോയി ഇട്ടാൽ നാളെ ഏതെങ്കിലും മരങ്ങൾക്ക് വളമാക്കി ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാക്കിയെങ്കിലും ആ പാർട്ടി മാറുന്ന കാലം വിദൂരമല്ല. അത്രമേൽ എക്സ്പയറി കഴിഞ്ഞ് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ശരീരഭാഷ പോലും പുതിയ കാലത്തെ ചെറുപ്പത്തിന് ചേർന്നതല്ല. ഈ കാലം ആഗ്രഹിക്കുന്നത് എന്താ ബഷീർക്ക? കരുവന്തിരുത്തിയിലെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് ജീവിതത്തെ ആസ്വദിക്കുക, ജീവിതം സമാധാനപൂർണമാവുക, ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക, പരമാവധി സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ ഈ നാട് മാറുക. ഞങ്ങൾ നാട്ടുകാരോട് തെരഞ്ഞെടുപ്പിൽ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ ദിവസം കരുവന്തിരുത്തിയിലെ മണത്തിൽപ്പാടത്ത് എത്തുന്ന വൈകി. അന്ന് ഞാനിവിടെ സംസാരിക്കണമെന്ന് കരുതിയത് പറ്റിയില്ല. ഞങ്ങൾ നാടിനോട് പറയുന്നത്, ഞാൻ അന്ന് സലാമിന്റെ യോഗത്തിൽ പറഞ്ഞില്ലേ, ഈ മണത്തിൽപ്പാടത്തെ നോക്ക് നിങ്ങൾ, ഈ മണത്തിൽപ്പാടത്തെ നിങ്ങളൊരു 19 കൊല്ലം MLAയും മന്ത്രിയും ഒക്കെ ഉണ്ടായിട്ടും ഈ അങ്ങാടി ഇപ്പോഴും ഈ കാലത്തിന് ചേർന്ന രീതിയിൽ, പുരോഗതി പ്രാപിക്കുന്ന രീതിയിൽ, സൗകര്യപ്രദമാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ തമസ്കരിക്കുകയാണ്, നിങ്ങളെ ചവറ്റുകൊട്ടയിൽ എറിയുകയാണ്. ഞങ്ങൾ അടുത്ത നിയമസഭയിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട റിയാസും കൊലവിളി നടത്തിയ ആളുകളും ഓർക്കേണ്ടത് 1300 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ മണ്ഡലം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലുള്ളത്. അത് ഒലിച്ചു പോകാൻ അധിക ദൂരവും അധിക നേരവും വേണ്ട എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ വീട്ടിൽ കയറി നരങ്ങും ഞങ്ങൾ. ആ ഒരു അവസ്ഥ നിങ്ങളിവിടെ ഉണ്ടാക്കരുത്. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളെ ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. മുസ്ലിം ലീഗുകാരന്റെ വീട്ടിൽ കയറി ഞങ്ങൾ അങ്ങ് നിരങ്ങുമെന്ന സഖാക്കളെ, ഞങ്ങൾ ഒരു കാര്യം പറയാം, അതൊക്കെ പ്രതിരോധിക്കാനുള്ള ഉൾക്കരുത്തുള്ള ഒരു സമൂഹവും സമുദായവുമാണ് ഈ പാർട്ടി എന്ന് ഓർത്തു വെക്കണമെന്നല്ല. അതിനങ്ങപ്പുറത്ത് ഞാൻ പറയുന്നില്ല. അതൊക്കെ
നിങ്ങൾക്ക് ചില വീടുകളിൽ കയറി നിറഞ്ഞിട്ടുള്ള ശീലമുണ്ടാകും. പക്ഷേ അത് മുസ്ലിം ലീഗിന്റെ രംഗത്തേക്ക് വരണ്ട എന്ന് ഞാൻ എന്റെ ഏറ്റവും സാമാന്യ മര്യാദയുള്ള ഭാഷയിൽ പറഞ്ഞു വെക്കാം. ഞങ്ങൾ ഇതൊക്കെ എന്നോ കണ്ടതാണ് സഖാക്കളെ. ഇനി ഒരു കാര്യങ്ങളോട് പറയാം, ഈ ഫറൂഖ് തന്നെ നോക്കുക. പണ്ടൊരിക്കൽ ഒരു സ്ഥാനാർത്ഥി, ഒരു കൗൺസിലർ നിങ്ങളുടെ കൂടാരം വിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. അന്ന് ഞങ്ങള് ആ സ്ത്രീയുടെ പിന്നാലെ വേട്ടയാടാൻ വന്നു. കോട്ടപ്പാടം മൈതാനം, ആ മൈതാനം ഇപ്പോഴും അവിടെ ഉണ്ട് സഖാക്കളെ. കോട്ടപ്പാടത്തെ പുൽത്തരികള് നിങ്ങളോട് മറുപടി പറയും. അന്ന് എങ്ങനെയാണ് UDF-കാർ നിങ്ങളെ നേരിട്ടത് എന്ന് ഈ പുതിയ കാലത്തിന് അറിയാൻ എനിക്കറിയില്ല. ആ കാലം അന്ന് ഞങ്ങൾ നിങ്ങളെ നേരിട്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞങ്ങളത് ആഗ്രഹിക്കണില്ല. ഞങ്ങൾ ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ ബലഹീനതയായി നിങ്ങൾ കാണരുത്. ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമായും നിങ്ങൾ കാണരുത്. അങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അങ്ങനെ പറയണമെന്ന് ഈ നാട് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. കരുവന്തിരുത്തിയുടെ പാരമ്പര്യം അതല്ല. ഈ നാട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് വെറുതെയല്ല. ഈ നാട് ആകെ കണ്ട 3 വികസനമാണ്. ഈ കരുവന്തിരുത്തിക്ക് ആകെ പറയാനുള്ളത് 3 കാര്യമാണ്. ആ 3 കാര്യവും ഈ നാടിന് കൊണ്ടു തന്ന പാർട്ടി മുസ്ലിം ലീഗാണ്, UDF ആണ്. അതിലൊന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആ റെയിൽവേ അണ്ടർപാസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കരുവന്തിരുത്തിയുടെ മനുഷ്യന്റെ ശരാശരി ആയുസ്സിൽ എത്രയോ സമയം കാത്തുകെട്ടി പോകുമായിരുന്നു. അത് തീർത്തു കൊടുത്തത് ഞങ്ങളാണ്, അതറിയാവുന്നവരാണ് കരുവന്തിരുത്തി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നാട് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോലും സ്ത്രീകൾ അന്യനാടുകളിൽ നിന്ന് ചെറുപ്പക്കാർക്ക് പെണ്ണ് കൊടുക്കാൻ ഭയപ്പെട്ടിരുന്ന കരുവന്തിരുത്തി അത് കുടിവെള്ളത്തിന്റെ പേരിലായിരുന്നു. ആ വികസന പ്രവർത്തനം ഈ നാടിന് കൊണ്ടു കൊടുത്തത് മുസ്ലിം ലീഗാണ്, UDF ആണ് എന്ന് പറയാൻ അത് ഈ നാടിനറിയാം. മറ്റൊന്ന്, ഈ നാട് അതിവേഗത്തിൽ ചാലിയവുമായി ബന്ധിപ്പിക്കുന്ന ആ പാലവും അഭിവന്ദ്യനായ ഡോക്ടർ മുനീറാണ്, ലീഗാണ്, UDF ആണ്, ടീമാണ്. ഇതിനപ്പുറത്തേക്ക് പൊതുമരാമത്ത് മന്ത്രി റിയാസിന്റെ മണ്ഡലല്ലേ ഈ നാട്ടിൽ കൊണ്ടുവന്നതെന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ പറയാനില്ലാതെ പോകുമ്പോ നാട് ഞങ്ങളുടെ കൂടെ നിൽക്കും. ഒരു കാര്യം ഞങ്ങൾ സമ്മതിക്കണം, ഞങ്ങൾ പോലും ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുമെന്ന് വിചാരിച്ചിട്ടില്ല. ആളുകൾ നിങ്ങൾ അത്രയേറെ ഓർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് ഫലമറിയുന്ന ദിവസം റൌഫിന്റെ അടുത്തേക്ക് വന്നപ്പോ ഞാനിങ്ങനെ വിചാരിക്കുക, ഈ ചെറുപ്പക്കാരൻ എന്താ കാര്യം? അതിനു മുമ്പ് റൌഫ് തോറ്റ്, സിദ്ദീഖ് നീ തോറ്റിരിക്കുന്നു, അഫ്സല് നീ തോറ്റിരിക്കുന്നു, റഹീം ഖാൻ നിങ്ങൾ തോറ്റിരിക്കുന്നു. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നിങ്ങൾ ആളുകൾക്കിടയിൽ പണിയെടുക്കൂ. എങ്ങനെ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ മെക്കെട്ടുകാരല്ല. നിങ്ങൾ ആളുകൾക്കിടയിൽ ആളുകളുടെ സങ്കടങ്ങൾ കേട്ട് അവർക്കിടയിൽ പണിയെടുത്താൽ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ സ്വീകാര്യരാവാം. ഈ ചെറുപ്പക്കാരൻ അങ്ങനെയായിരുന്നു. 10 വർഷമാണ്, 5 കൊല്ലം തോറ്റിട്ട് 5 കൊല്ലവും പിന്നീട് 5 കൊല്ലവും നന്നായി പണിയെടുത്തപ്പോ ആ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയം, അയാൾ പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിനാണ് റൌഫ് അവിടെ ജയിച്ചു കയറുന്നത്. ഷിഹാബിന്റെ മണ്ഡലം അങ്ങനെ തന്നെയാണ് എല്ലായിടങ്ങളിലും. ഞാൻ സലാമിന്റെ കൺവെൻഷന് മാത്രമാണ് ഇവിടെ വന്നത്. അനീഫയെ നിങ്ങൾ വെല്ലുവിളിച്ചു, അനീഫയെ നിങ്ങൾ കൊമ്പുകുലുക്കി, പല വർത്തമാനങ്ങളും പറഞ്ഞു. അനീഫ ഒലിച്ചു പോകും എന്നൊക്കെ നിങ്ങൾ ധരിച്ചു വെച്ചെടുത്ത് അനീഫയെ ആ നാടിനറിയാം, അനീഫയെ കരുവന്തിരുത്തിക്കാർക്കറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാ കൊമ്പുകുലുക്കലും എല്ലാ തീവ്രവാദ കൂട്ടവുമായി രാത്രികളിൽ നിങ്ങൾ നടത്തിയ സന്ധി ചേരുകളും എല്ലാം എതിർത്ത് തോൽപ്പിച്ച് അനീഫയെ ജനം തെരഞ്ഞെടുത്തു. നിങ്ങൾ ഇത് ഉൾക്കൊള്ളണം. അഫ്സൽ ഞങ്ങളുടെ സുഹൃത്താണ്, അഫ്സലെ നീ തോറ്റിരിക്കുന്നു എന്നത് ഉൾക്കൊള്ളാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് ചെറിയ തോതിലാ പഠിച്ചത്. എവിടെ ഫൈസൽ മാത്രമല്ല, അൻഫാസ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ദിവസം വീട്ടിലിറക്കിയപ്പോൾ എന്നോട് പറഞ്ഞ വർത്താനുണ്ട്, അസ്കർക്ക ഞാൻ അവിടെ പോയിട്ട് 50 പുരേ കയറി, 50 പുരേ കയറിയിട്ട് ഒറ്റ പുരക്കാരും എന്നെ അറിയണോരില്ല, ഞാൻ അറിയണോരില്ല. അത്രമേൽ CPM-ന്റെ ഒരു പൊന്നാപുരം കോട്ടയിൽ ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പണിയെടുത്തപ്പോ നാട് അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് ആ നാട്ടിൽ ദീർഘകാലം പണിയെടുക്കുന്ന ഒരാളോട് അൻഫാസ് തോറ്റത് 3 വോട്ടിനാണെങ്കിൽ സഖാക്കളെ കുറിച്ചു വെച്ചോ, 2030-ൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആ സീറ്റ് ഞങ്ങൾ തൂക്കിയിരിക്കും. ഫൈസൽ തോറ്റ സീറ്റ് ഞങ്ങൾ തൂക്കിയിരിക്കും. നിങ്ങൾ ഏത് കൊമ്പം വന്നാലും ഈ ഹരിത മണ്ണിനെ, ഈ UDF-ന്റെ മണ്ണിനെ കരുവന്തിരുത്തി. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരൊക്കെയുണ്ടെങ്കിലും ചിലപ്പോൾ ഞങ്ങൾക്ക് ചുവട് പുഴച്ചിട്ടുണ്ടെങ്കിലും
ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇത് UDF-ന്റെ മണ്ണാണ്, ഇത് സമാധാനത്തിന്റെ മണ്ണാണ്, ഇത് ശാന്തി ആഗ്രഹിക്കുന്നവരുടെ മണ്ണാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറത്തി പറയില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കാൻ, നിങ്ങൾ ഉപയോഗിച്ച ഭാഷ മ്ലേച്ഛമാണ്, നിങ്ങൾ ഉപയോഗിച്ച ഭാഷ അങ്ങേയറ്റം തല്ലിപ്പൊളിയാണ്. അത് നിങ്ങളെ തന്നെ ഈ കരുവന്തിരുത്തിക്കാരോട് തിരുത്തി പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ല, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെ പറയുമെന്നാണ് ഞാൻ കരുതിയത്. അരിവാട് ഞങ്ങള് ഈ കൊയ്ത്ത് നടത്താൻ പാടത്ത് പൊന്നരിവാടുമായി പോയത് കൊണ്ട് സരോജിനി എടുത്തി ആ വിയർപ്പിലും ആ കൊടി പിടിച്ചത്. നിങ്ങളുടെ ചുറ്റിക കരിങ്കൽ കോറിയിൽ പാറ പൊട്ടിക്കുന്ന രാമേട്ടൻ അദ്ദേഹം കരുതിയത് അതൊരു തൊഴിലാളി വർഗത്തിന്റെ പ്രതീകമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു സംഗതിയെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ തലയൊട്ടിയിൽ 51 വെട്ടുവെട്ടിയിട്ടും പൂതി തീരാത്ത രാക്ഷസന്മാരായിരുന്നു നിങ്ങളെന്ന് കാലം അടയാളപ്പെടുത്തിയത്. പക്ഷേ പിന്നെ നിങ്ങൾ ആ ഇടങ്ങളിലൊക്കെ അവിടുത്തെ മനുഷ്യർ തന്നെ പ്രതിരോധിച്ചപ്പോ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പല പൊന്നാപുരം കോട്ടയിലും തോറ്റപ്പോ കണ്ണൂരിൽ പോലും ആയുധമെടുത്ത് ഭീഷണിപ്പെടുത്താനുള്ള കെൽപ്പ് നിന്റെ പാർട്ടി ശരീരത്തിന് ഇല്ലാതെ പോയിട്ടുണ്ട് എന്ന തിരിച്ചറിവെങ്കിലും ഇന്നലെ പ്രസംഗിച്ച ആളുകൾക്ക് ഉണ്ടാവുന്നത് നല്ലതാ. ഞാൻ പിന്നെയും പറയാം, അതിന് മാത്രമുള്ള സുജായകളൊന്നും തൽക്കാലം ഈ ഫറോക്കിലെ CPM-ന്റെ തറവാട്ടിലുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ നിങ്ങളെ അങ്ങനെയൊക്കെ തീർത്തേ അടങ്ങൂ എന്നാണെങ്കിൽ അന്നേരം നമുക്ക് ആ കോലത്തിൽ തന്നെ നോക്കാമെന്ന് കൂടി ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ കൂടി ആളുകൾ വിചാരിക്കും നമ്മൾ അങ്ങേയറ്റത്തെ സമാധാനപ്രിയരാണ്. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഞങ്ങളെ കയറി ചൊറിയരുത്. ചൊറിയാൻ വന്നാൽ മാന്താൻ വന്നാൽ തിരിച്ച് ഞങ്ങള് അങ്ങനെ ചൊറിയല്ല ചെയ്യാ, അങ്ങനെ മാന്തല്ല ചെയ്യാ എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇതൊന്നും പറയണ്ട എന്ന് തന്നെയാണ് അനീപ പറഞ്ഞത്. നമുക്ക് സമാധാനപരമായി ജനാധിപത്യപരമായി സംസാരിച്ചു പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഏതറ്റം വരെയും ഞങ്ങൾ പാണക്കാട്ടെ തറവാട്ട് മുറ്റത്ത് നിന്ന് രാഷ്ട്രീയം പഠിച്ചവരാണ്. ഞങ്ങൾ സമാധാന കമ്മിറ്റികളാണ്. ഈ കരുവന്തിരുത്തിയുടെ സ്വൈര്യം കെടുത്താൻ മുസ്ലിം ലീഗും കോൺഗ്രസും ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങളെ ബോധപൂർവം ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. തെരഞ്ഞെടുപ്പിൽ പടക്കം പൊട്ടിക്കും. ഈ പൊട്ടിക്കണ പടക്കം ഈ പൊട്ടിക്കണോന്റെ പോലും പിന്നെ നിയന്ത്രണത്തിൽ നിൽക്കൂല. ഓനതങ്ങ് തീ കൊടുക്കും. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1-2 തെറിച്ചു പോണത് പടക്കം പൊട്ടിക്കണം. എനിക്കോർമ്മയുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ അവിടെ ഒരു സുഹൃത്ത് പടക്കം പൊട്ടിച്ച് ഓന്റെ പടക്കം പൊട്ടിക്കല് എങ്ങോട്ടാ പോയത്? നിങ്ങള് ഒരു 4-5 മനുഷ്യന്മാരുടെ പിന്നെ മർമ്മഭാഗത്തേക്കാ പോയത്. ചിലരെ തുണി കീറി, ചിലരെ കുപ്പായം കീറി, എല്ലാം അത് സംഭവിക്കും. അത് നമ്മളെ പിടുത്തത്തിൽ പെടുന്നതല്ല. അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തിനാണ് കരുവന്തിരുത്തിയിലെ നിങ്ങളെ നേരിടാൻ ഏതെങ്കിലും കുലക്കാത്ത തെങ്ങിന് പടക്കമറിയേണ്ട ഗതികളൊന്നും തൽക്കാലം ഈ കരുവന്തിരുത്തിയിൽ ഞങ്ങൾക്കില്ല. സഖാക്കളെ, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ട ആശയത്തിന്റെ ബലമുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ട ഉൾക്കരുത്തുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കായബലം കൊണ്ടോ ശരീരബലം കൊണ്ടോ അരിവാളിന്റെ ബലം കൊണ്ടോ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവരല്ല. അങ്ങനെ ചെയ്യാനും ആഗ്രഹിക്കണില്ല. നിങ്ങളല്ലാതെ തന്നെ കരുവന്തിരുത്തിയിൽ കുടിച്ച് മൂടാൻ മാത്രമല്ല തോറ്റ് ശവമടക്കം കഴിഞ്ഞ ഒരുത്തനെ പിന്നെ ഒരു പടക്കെറിഞ്ഞിട്ട് എന്തിനാ ഞങ്ങളെ വേദനിപ്പിക്കണേ? അതിനൊന്നും തൽക്കാലം ഞങ്ങൾ വെറുക്കടില്ല. ഞങ്ങളെ ഭാഷ പറഞ്ഞാൽ ഈ കരുവന്തിരുത്തിയുടെ 6 അടി മണ്ണിൽ, ഈ കരുവന്തിരുത്തിയുടെ ശ്മശാന ഭൂമിയിൽ, ഈ കരുവന്തിരുത്തിയുടെ ഖബറിസ്ഥാനിൽ എണീറ്റ് പൊന്താൻ പോലും കൽപ്പില്ലാത്ത വിധം ഞങ്ങൾ നിങ്ങളെ ആ മണ്ണിൽ അടക്കം ചെയ്ത് മീസാൻ കല്ലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, 2030-ലും ഞങ്ങൾ ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും. അവിടെ എണീറ്റ് വരണമെങ്കിൽ ഈ വർത്തമാനം കൊണ്ട് നടക്കൂല. നല്ലോണം പണിയെടുത്തോ. അതിനനുസരിച്ച് പണിയെടുക്കാനുള്ള കെൽപ്പുള്ള നല്ല ചെറുപ്പക്കാരുടെ ഒരു നിരയുള്ള മണ്ണാണ് ഈ കരുവന്തിരുത്തി. എല്ലാ അർത്ഥത്തിലും ഈ കരുവന്തിരുത്തിയുടെ ജനത്തിന് സ്വീകാര്യമായ ചെറുപ്പക്കാരുടെ ഒരു മണ്ണാണ് ഈ നാട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിന്നെയും പറയാം, മുസ്ലിം ലീഗുകാരന്റെ പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം. മുസ്ലിം ലീഗുകാരന്റെ പൊരകേറി നിരങ്ങാമെന്ന് ഏതെങ്കിലും എന്താ പറയാ ചോപ്പ് നിറച്ച കാവിയായ സഖാക്കളെ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാട്ടി കടക്കാനല്ല, ഗേറ്റ് കടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രദേശത്തെ മുഴുക്കാളുകളോടും പറയാം, നമ്മള് നന്നായി ശാന്തിയിലും സമാധാനത്തിലും ഇതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അല്ലാഹുവേ നീ തന്നെയാണ് ശാന്തി, അല്ലാഹുവേ നിന്നിലേക്ക് തന്നെയാണ് ശാന്തി, അല്ലാഹുവേ നിന്നിൽ തന്നെയാണ് ശാന്തി. അതുകൊണ്ട് ഞങ്ങൾ ശാന്തിയിലും സമാധാനത്തിലും ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്നവരാണ് ഞങ്ങൾ. അശാന്തിയുടെ കാവൽക്കാരാവാൻ വേണ്ടി വന്നവരല്ല. ശാന്തി മന്ത്രം ഉരുവിട്ട് പള്ളിയിൽ നിസ്കരിച്ചിറങ്ങുന്നവരാണ് ഈ മുസ്ലിം ലീഗുകാർ.
അത് ഞങ്ങൾ തെറ്റിക്കുകയില്ല. ഈ മണ്ണിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ കേൾക്കുന്ന ഈ കരുവന്തുരുത്തിയിലെ എല്ലാ മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ശാന്തി മന്ത്രം ഉരുവിട്ട് വരുന്നവരാണ്. ഈ നാട് നന്നാവാൻ ആഗ്രഹിക്കുന്നവരാണ്. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാടുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്ത് എഴുതി വെച്ച ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശത്തെ പ്രവൃത്തിപഥത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങളോട് പറഞ്ഞൊരു തങ്ങളുണ്ട്. പാണക്കാട്ടെ സയ്യിദന്മാർ ഞങ്ങളോട് അതാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടിയാണ്, സൗഹാർദ്ദത്തിന് വേണ്ടിയാണ്, ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ഒരു നല്ല മണ്ണിൽ അബോക്കരും വേലായുധനും ഒരുമിച്ച് പുലരുന്ന ഒരു നല്ല നാടിനു വേണ്ടിയാണ് ഞങ്ങളുടെ പണിയെടുക്കൽ. അതൊന്നും തെറ്റിക്കാൻ സഖാക്കളെ നിങ്ങൾ മെനക്കെട്ടാലും നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. ഈ നാടിന് കാവൽ നിൽക്കേണ്ടവർ ഇവിടുത്തെ UDF-കാരാണ്. എനിക്ക് എന്റെ യൂത്ത് ലീഗുകാരോട് പറയുന്നത്, നിങ്ങളാണ് ബാബരി പള്ളിയുടെ കുമ്പകൾ തകർന്നു വീണപ്പോ മലപ്പുറത്ത് അമ്പലങ്ങളുടെ ഓടിന് കേട് പറ്റാതിരിക്കാൻ കാവൽ നിൽക്കണമെന്ന് പറഞ്ഞ പാണക്കാട്ട് തങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളെങ്കിൽ ഈ കരുവന്തുരുത്തിയുടെ സമാധാനം തകർക്കുന്നവർക്ക് മുമ്പിൽ ഞങ്ങൾ പ്രതിരോധത്തിന്റെ കോട്ട തീർത്ത് കാവൽ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഖാക്കളെ, ഇമ്മാതിരി പുളിച്ചു തീണ്ടിയ വർത്തമാനവുമായി ഈ പുതിയ കാലത്തും കരുവന്തുരുത്തിയിലെ തെരുവിൽ വന്നാൽ പേപ്പട്ടികളെ തല്ലിക്കൊല്ലുന്ന മാതിരി ജനം നിങ്ങളെ കൈകാര്യം ചെയ്യും എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.